വെൽക്കം ബാക്ക്. 2021 2500-നും 5000-നും ഇടയിൽ ഭൂരിപക്ഷം കിട്ടിയ 14 മണ്ഡലങ്ങൾ. അതിൽ 2 മണ്ഡലങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പരിശോധിച്ചതാണ്, പാലക്കാടും നിലമ്പൂരും. അത് കഴിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ നോക്കാം. അത് 1 തവനൂരാണ്, 2 കുന്നത്തുനാട്, 3 കുന്നത്തൂർ, പെരുമ്പാവൂർ, അടൂർ, തൃത്താല, പേരാവൂർ, നേമം, നാദാപുരം, കടുത്തുരുത്തി, കുണ്ടറ, തിരുവമ്പാടി. തവനൂരിലേക്ക് പോയാൽ ഇടതുപക്ഷത്തിന്റെ LDFന്റെ ഭൂരിപക്ഷം അവിടെ 2564 അവിടെ KT ജലീലിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇത്തവണ KT ജലീൽ തന്നെയാണ് കളത്തിലിറങ്ങിയത്. VS ജോയ് UDF സ്ഥാനാർത്ഥിയായി എത്തിയെന്നതാണ് വലിയ പ്രത്യേകത. രവി തേലത്ത് NDA സ്ഥാനാർത്ഥി. ജോഷി, തവനൂരിൽ എന്തായിരിക്കും സാധ്യത? ഈ KT ജലീലിന്റെ കാര്യത്തില് KT ജലീൽ ഇനി തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് പറഞ്ഞൊരു ഒരാളാണ്. കഴിഞ്ഞ 2 വർഷമായി KT ജലീൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ തവനൂർ ഈ മണ്ഡലത്തിലടക്കം KT ജലീൽ സജീവമായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജോയ് ഫാക്ടർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെ വലിയ തോതിൽ ഈ KT ജലീലിനോട് അവിടെ വലിയ തോതിൽ ആളുകൾക്കൊരു അമർഷമുണ്ട് എന്ന് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിച്ചു. ജോയ് അട്ടിമറിക്കുമല്ലേ? എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഒരു തരംഗത്തിൽ ഒരുപക്ഷെ KT ജലീൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തവനൂരില് KT ജലീൽ തോറ്റുപോകും. അല്ല, അത് തന്നെയല്ല ഞാനും പറഞ്ഞു. അതല്ല, അത് ഭയങ്കര ഉറപ്പിച്ച് പറയുന്നു. അത്രയ്ക്കും ഉറപ്പായിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ് വേണു? അത് ലീഗിന്റെ ഒരു കടുത്ത തീരുമാനമാണ്. ബാക്കി വിജയം പറയട്ടെ. അതായത് ലീഗ് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തവനൂര്. പക്ഷെ അപ്പോഴും ലീഗ് നേതാക്കൾ, ഞങ്ങൾ പേഴ്സണലി കണ്ട സമയത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞാൽ ഞങ്ങളുടെ സീറ്റ് അല്ലത്, കോൺഗ്രസിന്റെ സീറ്റാണ്. ജോയിയെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ജോയിയെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ ഞങ്ങൾ ആ മണ്ഡലത്തിൽ അവതരിപ്പിക്കും. KT ജലീലിനെ നിയമസഭ കാണിക്കില്ല എന്നത് ലീഗിന്റെ ഒരു തീരുമാനമായിരുന്നു, പ്രഖ്യാപിത തീരുമാനമാണ്. അത് നടപ്പാകും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ജോയി സ്വത്താണ് ജോയി, മുത്താണ് ജോയി എന്ന പാട്ട് തവനൂരുകാർ തെരഞ്ഞെടുപ്പിന് ഫലം അറിഞ്ഞ ശേഷം പാടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലീഗിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു റിവഞ്ച് ഉണ്ട് ഇതിനകത്ത്. മലപ്പുറം ഞങ്ങൾ മൊത്തമായിട്ട് എടുക്കും, കോഴിക്കോട് പറ്റാവുന്ന അത്ര എടുക്കും എന്ന് പറയുന്നുണ്ട് ലീഗ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജലീലുമായിട്ട് വേറെ കണക്ക് അല്ലാണ്ടും ഉണ്ട്, ഇതല്ലാത്തൊരു കണക്കും കൂടി ഉണ്ട് ജലീലായിട്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ ഞാൻ കാണുന്നില്ല പ്രതീക്ഷ. ഈ നമ്മൾ സാറിന് പറയല്ലേ, എടാ നിന്നെ അടുത്ത പെരുന്നാളിന് എടുത്തോളാന്ന് പറയല്ലേ, അതുപോലെ ജലീലിനെ നോക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ലീഗ്, അല്ലേ? എന്ത് വിജയ? അല്ല, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് KT ജലീലിനോട് ലീഗിന് വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും. എന്നാൽ അതിന്റെ നേതൃനിരയിലുള്ളവർക്ക് ജലീലുമായിട്ടുള്ള പഴയ വിരോധം ഇപ്പോഴില്ല. പക്ഷെ അണികൾക്കിടയിൽ ജലീൽ വരണമെങ്കിൽ വരട്ടെ എന്ന് പറയുന്ന നിലപാടുണ്ടല്ലേ? അല്ല, ജലീൽ വരുന്നെങ്കിൽ വരട്ടെ, 2 കൈ നീട്ടി സ്വീകരിക്കും. വരുന്നില്ലല്ലോ ജലീലുമായിട്ട് ലീഗിന്റെ ലീഡർഷിപ്പിനുള്ള പഴയ വിരോധമൊന്നും ഇപ്പോൾ. ഞാൻ പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടിയും ആ ടോപ്പ് ലെയറിനുള്ള വിരോധമൊന്നുമില്ല. പക്ഷേ താഴെത്തട്ടിൽ അണികൾക്ക് ജലീൽ ഒരു പാർട്ടിയെ വഞ്ചിച്ചു എന്നൊക്കെയുള്ള വികാരം ഇപ്പോഴും ഉണ്ട്. അതല്ല ലക്ഷ്മി, ഇത്തവണ ലീഗിന് സംഘടനാപരമായുള്ള മുഴുവൻ കരുത്തും തവനൂരിൽ അവർ ഇറക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു സീറ്റാണത്, ആ സീറ്റ് അവർ പിടിക്കും എന്നാണ് അവർ ഒരു ശപഥം ചെയ്ത് ഇറങ്ങിയതാണ്. നടപ്പാകാൻ തന്നെയാണ് സാധ്യത. നമുക്ക് നിലമ്പൂരിൽ ചർച്ചയില്ല, പക്ഷേ നിലമ്പൂരിലെ കണക്കൊന്ന് PCR അതൊന്ന് പ്ലേ ചെയ്യണം. LDFന് നിലമ്പൂരിൽ ഭൂരിപക്ഷം പൊതു തെരഞ്ഞെടുപ്പിലാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 2700 ഇത്തവണ U ഷറഫലിയാണ് LDF കളത്തിലിറക്കിയിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി. ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിളക്കവുമായി അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കുന്നു. ഗിരീഷ് മേക്കാടാണ് NDA സ്ഥാനാർത്ഥി. നമുക്ക് നിലമ്പൂരിൽ നിന്ന് നേരെ കുന്നത്തുനാടിലേക്ക് പോയാൽ അവിടെ LDF ആണ് കുന്നത്തുനാട് മണ്ഡലം നിലനിർത്തിയത്, ഭരിച്ചത്. LDF ഭൂരിപക്ഷം 2715 ആയിരുന്നു. ഇത്തവണ PV ശ്രീനിജൻ LDF സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി VP സജീന്ദ്രനാണ് എത്തിയത്. ബാബു ദിവാകരൻ NDA സ്ഥാനാർത്ഥി. എന്താണ് കുന്നത്തുനാടിലെ സാധ്യത, വിജയകുമാർ? കുന്നത്തുനാട്ടിൽ UDFന്റെ സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിലും ഉള്ളത്. അവിടെ ഈ പറയുന്ന 2020 സ്ഥാനാർത്ഥി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. വേണു ബാലകൃഷ്ണനിൽ ഇരിക്കുന്ന ആ ഡോക്യുമെന്റിൽ എറണാകുളം ജില്ലയിലെ എന്തെങ്കിലും കണക്കുണ്ടോ? എറണാകുളം ജില്ലയിൽ LDF കൊളാപ്സസ് ഇൻ കൊച്ചി ബെൽറ്റ് എന്നുള്ള ഒരു അസംഷനാണ് ഇവരെത്തിയിരിക്കുന്നത്. 14 സീറ്റുകളാണ്. 9 UDFനും 5 LDFനും എന്ന നിലയിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് 12 മുതൽ 14 വരെ UDF ഉയർത്തും എന്നാണ് പറയുന്നത്. ക്ലീൻ സ്വീപ്പിന്റെ സാധ്യത പോലും ഉണ്ട്, ഒരു സംശയമില്ല. പക്ഷെ കുന്നത്തുനാട്, ഞാൻ കരുതുന്നു കുന്നത്തുനാട് കാലങ്ങളായി തന്നെ അതൊരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ ശ്രീനിജൻ ജയിച്ച് കഴിഞ്ഞ തവണ അത് എന്താണ് പറയില്ല, ശത്രുക്കൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഇടയ്ക്ക് കൂടി ഒരാൾ
നുഴഞ്ഞു കയറി ജയിക്കുക എന്ന് പറയില്ലേ, അതായത് UDF-ഉം 2020 തമ്മിലുള്ള പോരാട്ടത്തിൽ ആ UDF-ന്റെ വോട്ടുകൾ ഭിന്നിക്കപ്പെടുകയും അങ്ങനെ LDF സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. ഇത്തവണ 2020 ഒരു ഫാക്ടറേ ആവില്ല. അല്ല, ഫാക്ടർ ആവില്ല എന്നല്ല, അത് UDF-ന് അനുകൂലമായ ഫാക്ടറാണ്. കാരണം 2020 NDA-യിലേക്ക് പോയത് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 2020-യിലേക്ക് പോയ വോട്ടുകൾ ഇത്തവണ UDF-ലേക്ക് തിരിച്ചു വരികയും അങ്ങനെ സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ ഇത്തവണ VP സജീന്ദ്രൻ വീണ്ടും ജയിച്ചു കയറുകയും മാത്രമല്ല സജീന്ദ്രൻ ജോഷി വിജയ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. മന്ത്രിസഭയിലേക്ക് തന്നെയുള്ള അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരാൾ കൂടിയായിട്ട് മാറാനുള്ള സജീന്ദ്രൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ തർക്കമൊന്നും തോന്നുന്നില്ല. സജീന്ദ്രൻ വരുന്ന സാഹചര്യം എല്ലാം പരിഗണിക്കുമ്പോൾ പല ഘടകങ്ങൾ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ EP അനിൽകുമാർ ഒരു വണ്ടൂരിൽ നിന്നുള്ള ഒരു സ്വതന്ത്രനായ നേതാവ് അവിടെ നിൽക്കുമ്പോൾ സജീന്ദ്രൻ ഞാൻ പറഞ്ഞ പരിഗണിക്കുമ്പോൾ ഡിസർവിംഗ് ആണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പല പല ഘടകങ്ങൾ പരിഗണിക്കണം. നേരത്തെ പക്ഷേ അനിലും ജയലക്ഷ്മിയും ഒരുമിച്ച് വന്നു. കാരണം എന്താ വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് വരാം. ഇപ്പൊ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഒരു കാര്യം കൊണ്ടുണ്ട് പലതവണ. പക്ഷേ വിജയം പറഞ്ഞ അനിൽകുമാർ ഫാക്ടർ വളരെ പ്രധാനമാണ്. അതാണ് സാമുദായിക ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോലെ അങ്ങനെയാണല്ലോ പലപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഘടകകക്ഷികളെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ കോൺഗ്രസ്. ഇപ്പം LDF-ലെ പോലെ ഒറ്റ മന്ത്രിയുള്ളവരെ വേണയാക്കാതിരിക്കാൻ രണ്ടര അതൊന്നും UDF നടക്കില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കുന്നത്തുനാടുന്ന് നമുക്ക് നേരെ കുന്നത്തൂരിലേക്ക് പോയാലോ? അവിടെ LDF സ്വതന്ത്രന്റെ ഭൂരിപക്ഷം 2790 ആയിരുന്നു. കോവൂർ കുഞ്ഞുമോന്റെ ഭൂരിപക്ഷം. ഇത്തവണയും കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് കളത്തിലിറങ്ങിയത്. ഉല്ലാസ് കോവൂറാണ് UDF സ്ഥാനാർത്ഥിയായിരുന്നത്. രാജീവ് പ്രസാദ് NDA സ്ഥാനാർത്ഥി. എന്തായിരിക്കും തോന്നുന്നത് വിജയകുമാർ? UDF പിടിച്ചെടുക്കും. ഉല്ലാസ് കോവൂർ നിയമസഭയിലേക്ക് പോകും. അദ്ദേഹം ഒരു നാടൻപാട്ട് കലാകാരൻ കൂടിയാണ്. നിയമസഭാ പ്രസംഗങ്ങൾക്കിടയിൽ ഉല്ലാസ് കോവൂരിന്റെ നല്ല നാടൻ പാട്ടും ഇത്തവണ സഭയിൽ കേൾക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സർവേ ഫലങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വിജയനോട് യോജിക്കുകയാണ്. ഇതിനകത്ത് ഉല്ലാസ് കോവൂർ ആ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ബന്ധുക്കൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ ബന്ധുക്കൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഇത്തവണ ഉല്ലാസ് കോവൂരിനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഇടതുപക്ഷം വീക്കായിരുന്നു പ്രചരണ രംഗത്തും അല്ലേ അപർണക്കുറിപ്പ്? അതാണ് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം അത് ഈ ഇടതിനെ വിടാത്ത ഒരു മണ്ഡലമൊക്കെയാണ്. പക്ഷെ ഇത്തവണ അത് സാധ്യത കുറവാണ്. ഞാനങ്ങനെ ഒറ്റയടിക്ക് തോൽവി വിചാരിക്കുന്നില്ല കോവൂരിന്. പക്ഷെ എനിക്ക് വലിയ ഉറപ്പില്ല ഇതിൽ. പെരുമ്പാവൂരിലേക്ക് പോയാലോ? പെരുമ്പാവൂരിൽ കഴിഞ്ഞ തവണ UDF-ന്റെ വിജയം ഭൂരിപക്ഷം വെറും 2899 വോട്ടുകൾക്കായിരുന്നു. ഇത്തവണ ബേസിൽ പോളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തിയത്. മനോജ് മൂത്തേടൻ UDF സ്ഥാനാർത്ഥി, ജിബി പാത്തിക്കൽ NDA സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയത്. പെരുമ്പാവൂരിലെ സാധ്യത എന്തായിരിക്കും ജോഷി? തങ്കച്ച സാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും മത്സരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളി കരഞ്ഞ മണ്ഡലമാണ് ഈ പറയുന്ന പെരുമ്പാവൂർ എന്ന് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയ സ്ഥലമാണ് പെരുമ്പാവൂർ. കുന്നപ്പള്ളിയെ ഏറ്റവും ഒടുവിൽ, അതായത് കുന്നപ്പള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്തിയാടി പുറപ്പെട്ട സ്ഥലമാണ്. പക്ഷേ കുന്നപ്പള്ളിയെ പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നീ അവിടെ ഇരി എന്ന് പറഞ്ഞ് ഒതുക്കിയ സ്ഥലമാണ്. അവിടെ അതൊരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. മാത്രമല്ല യാക്കോബായ വിഭാഗത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. ഞാൻ ഇപ്പോഴും കരുതുന്നത് അവിടെ ഈ എൽദോസ് കുന്നപ്പള്ളി ഫാക്ടർ ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. മനോജ് എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ആളുകൾ തെരുവിലൊക്കെ ഇറങ്ങും. പക്ഷേ ശേഷം പിന്നെ പക്ഷേ കുന്നപ്പള്ളിക്ക് അറിയാം, കുന്നപ്പള്ളിക്ക് അവിടെ ഇത്തവണ മൂത്തേടൻ തോറ്റുപോയാൽ കുന്നപ്പള്ളിക്ക് നല്ല പണി കിട്ടുമെന്ന് കുന്നപ്പള്ളിക്ക് അറിയാം. കുന്നപ്പള്ളിക്ക് പാർട്ടി, അതായത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന കുന്നപ്പള്ളിയെ ആണ് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് MLA ആക്കിയതൊക്കെ തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ PP തങ്കച്ചൻ സാറാണ്. പക്ഷേ ആ ഒരു വെല്ലുവിളിയൊന്നും നടത്താനുള്ള കൽപ്പൊന്നും അവിടെ ഉണ്ടെന്ന് കരുതുന്നില്ല. മൂത്തേടൻ ജയിച്ച് കയറുന്നത് തന്നെയാണ് ഞാൻ പ്രാദേശികമായി തന്നെ മൂത്തേടൻ ജയിച്ച് കയറും, പ്രാദേശിക ബന്ധങ്ങൾ അടക്കം ഉപയോഗിച്ച് മൂത്തേടൻ ജയിച്ച് കയറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. UDF മണ്ഡലം നിലനിർത്തും. മനോജ് മൂത്തേടൻ ആ മണ്ഡലം നിലനിർത്തും. മറിച്ചൊന്നും തോന്നുന്നില്ല. ഇല്ല, മൂത്തേടൻ തന്നെയാണ് ജയിക്കുക. രണ്ട് ഫാക്ടർ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഈ തങ്കച്ചൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജോഷി പറഞ്ഞല്ലോ, അങ്ങനെ അദ്ദേഹം പറയുന്നത് തങ്കച്ചൻ എന്ന് പറയുന്ന PP തങ്കച്ചൻ ശക്തമായി നിന്നിട്ടുണ്ട് പിന്തുണച്ച, അതല്ല അതിനപ്പുറത്ത് ബെന്നിക്കിട്ടുള്ളൊരു കുത്തായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചമൂർച്ചയോടെയുള്ളൊരു പ്രയോഗമായിരുന്നു അത്. പിന്നെ രണ്ടാമതായി മൂത്തേടനെ അവിടെ ഇറക്കുന്നതിനകത്ത് KC വേണുഗോപാലിന്റെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. രമേശ് ശ്രമിക്കുകയൊക്കെ ചെയ്തതാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ ശ്രമിച്ചാണ് എൽദോസിനെ നിലനിർത്താൻ. അവിടെ അത് KC നിർബന്ധപൂർവ്വം എടുത്തൊരു തീരുമാനവും കൂടെയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചില കണക്കൂട്ടലുകളുടെ ഭാഗമായി കൂടെ വരുന്നതാണ്. പ്രത്യേകിച്ചും സതീശന്റെ തട്ടകമായൊരു ജില്ലയിൽ അത്ര കൃത്യമായൊരു നീക്കം KC നടത്തിയിരിക്കുകയുമാണ്.
അപർണക്കുറിപ്പ് ശരിയാണോ? പെരുമ്പാവൂരിന് ഒരു LDF അല്ലേ സാജി പോൾ വഴി അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബേസിൽ പോള്. എനിക്കത് ഒരു വേണമെങ്കിൽ ഒരു ടൈറ്റ് മത്സരമാകാൻ വേണ്ടി ഞാൻ അങ്ങനെ, കാരണം കഴിഞ്ഞ അവിടെ എൽദോസ് ജയിച്ച സമയത്തും 2000 ചില്ലാനൊക്കെ ആയിരുന്നു അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഈ എൽദോസ് കുന്നപ്പള്ളി വിഷയം ഒട്ടും UDF എവിടെയും തിരിച്ചടിക്കില്ല എന്നൊന്നും കരുതുന്നില്ല. ഒന്നുമില്ലെങ്കിൽ വളരെ ചെറിയ ഒഴുക്കുണ്ടാവുന്നതാണ്, വളരെ അടിയൊഴുക്കുണ്ടാവും. എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഞാനൊരു വളരെ ടൈറ്റ് മത്സരം, അങ്ങനെ LDF പൂർണ്ണമായിട്ട് എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂരെന്ന് എനിക്ക് തോന്നുന്നില്ല. അടൂരിലേക്ക് പോവാം. അടൂരിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 2919 വോട്ടുകൾ മാത്രമായിരുന്നു. പ്രിജി കണ്ണനാണ് ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. CV ശാന്തകുമാർ UDF സ്ഥാനാർത്ഥി, പന്തളം പ്രതാപൻ NDA സ്ഥാനാർത്ഥി. പ്രിജി കണ്ണൻ CPI സ്ഥാനാർത്ഥി ആ മണ്ഡലം നിലനിർത്തുവാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? തിരിച്ച് മണ്ഡലം അത് UDF പിടിക്കുമെന്നുള്ള സർവേ ഫലങ്ങളൊക്കെയാണ് ജോഷി. ഈ പ്രജി കണ്ണനെതിരെ അവിടെ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ പ്രജി കണ്ണൻ എന്താണ് പറയുന്ന കൊല്ലങ്കാരിയാണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന കണ്ണൻ എന്ന് പറയുന്ന നേതാവിന്റെ ആ പേര് സ്വീകരിച്ചുകൊണ്ട് അവിടെ അല്ലേ ഒരു അടിസ്ഥാന അതെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിസ്ഥാനരഹിതമായ പിന്നീട് പ്രജി കണ്ണൻ അവിടെ മണ്ഡലത്തിൽ വളരെ സജീവമായ ഒരു സ്ഥാനാർത്ഥിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ സംവിധാനത്തിലടക്കം അവിടെ ഒരു ഊർജ്ജം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കരുതുന്നത് ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ കൂടി പ്രജി കണ്ണൻ അവിടെ ജയിച്ചു കയറുമെന്നുള്ളതാണ്. ഞാൻ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്. ലക്ഷ്മി പത്മ, അടൂരിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തവണ CPIക്ക് അടിപതറുമെന്നാണ് എനിക്കും തോന്നുന്നത്. CV ശാന്തകുമാർ അവിടെ BJP വോട്ട് ബാങ്കുകളിലേക്ക് കൂടി കടന്നു കയറാൻ ശേഷിയുള്ള ഒരു നേതാവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. BJP വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുമെന്നറിയില്ല. പന്തളം പ്രതാപൻ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ CV ശാന്തകുമാർ അവിടെ ജയിക്കും, UDF സ്ഥാനാർത്ഥി ജയിക്കും. പ്രിജി കണ്ണൻ ജയിച്ചു കൂടായികയില്ല, കാരണം വലിയൊരു വികസന പദ്ധതികളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടൊക്കെയാണ് വോട്ട് നേടുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങനെ CV ശാന്തകുമാർ മോശം കാൻഡിഡേറ്റ് അല്ല. പക്ഷേ എന്തോ എനിക്ക് പ്രിജി കണ്ണനൊപ്പം നിൽക്കാനാണ് തോന്നുന്നത്. തൃത്താലയിലേക്ക് പോവാം. തൃത്താലയിൽ കഴിഞ്ഞ തവണ LDFന്റെ ഭൂരിപക്ഷം, MP രാജേഷ് നേടിയ ഭൂരിപക്ഷം വെറും 3016 വോട്ടുകൾ ആയിരുന്നു. ഇത്തവണയും MP രാജേഷും VT ബൽറാമും തന്നെയാണ് നേർക്കുനേർ വരുന്നത്. NDA സ്ഥാനാർത്ഥിയായി V ഉണ്ണികൃഷ്ണനും എത്തുന്നു. വേണുബാലകൃഷ്ണൻ, തൃത്താലയിൽ ഇക്കുറി ആര്? നമ്മൾ മുൻപ് നമ്മുടെ സർവേ തുടങ്ങുന്ന ഘട്ടം മുതലുള്ള അതേ നിലപാടിൽ ഞാൻ നിൽക്കുകയാണ്. അവിടെ സ്വാഭാവികമായും ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വരും MP രാജേഷിന്. VT ബൽറാമിന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരാൻ കഴിയും. VT ബൽറാം കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ തോൽവിക്ക് ശേഷവും മണ്ഡലത്തിൽ സജീവമാണ്. ആ സജീവത VT ബൽറാമിനെ അവിടെ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. VT ബൽറാം ജയിക്കും. ഇന്ന് രാവിലെ നമ്മൾ ഈ തൃത്താല മണ്ഡലം എടുത്തപ്പോൾ നമ്മൾ വോട്ടർമാരുടെ പ്രതികരണം വന്നതിൽ ഒരാൾ പോലും MP രാജേഷ്, ഞാൻ ആ സമയത്ത് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. MP രാജേഷ് അത്രയും സജീവമായി മണ്ഡലത്തിലുണ്ട്, മന്ത്രി എന്ന ഇമേജ് ഉണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഒരാൾ പോലും MP രാജേഷിൻ്റെ MBRന്റെ പേര് പറയുന്നില്ല. മുഴുവൻ ബൽറാം 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 എന്നാണ്. ഒരു 6 or 7 പേര് തുടർച്ചയായി വന്നത് എല്ലാം VT ബൽറാമാണ്. അപ്പോൾ VT ബൽറാം അവിടെ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കൊരു പ്രഭാവം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ നിർണായകമാണ്. അപർണ, എൻ ബ്ലോക്കായി ഇത്തവണ UDFലേക്ക് ബൽറാം എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആരും യോജിക്കില്ലായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. കാരണം 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലെ അത്രയും അങ്ങനെ ഇമേജ് ഉള്ള ഒരു മന്ത്രി കൂടിയാണ് MP രാജേഷ്. MP രാജേഷ് അങ്ങനെ അവിടെ തോൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് അങ്ങനെ എല്ലാ വികസന പദ്ധതികളും എഴുതി തള്ളിക്കൊണ്ട് VT ബൽറാമിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് ആൾക്കാർ ഒഴുകിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. MP രാജേഷ് അവിടെ ഒരു തോൽവി ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു സ്ട്രോങ് ടേക്ക്. യെസ്, പേരാവൂരിലേക്ക് പോകാം. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന പേരാവൂരിലേക്ക്. അവിടെ കഴിഞ്ഞ തവണ UDFന്റെ ഭൂരിപക്ഷം 3172 വോട്ടുകൾ മാത്രമായിരുന്നു. ഇത്തവണ സണ്ണി ജോസഫാണ്, ഇത്തവണ KK ശൈലജയാണ് സണ്ണി ജോസഫിനെതിരെ അവിടെ എത്തുന്നത്. LDF ഫീൽഡ് ചെയ്തിരിക്കുന്നത് KK ശൈലജയാണ്. സണ്ണി ജോസഫ് UDF സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയായി പൈലി വാദിയാട്ട് എത്തുന്നു. വേണുബാലകൃഷ്ണൻ, എന്താണ് സാധ്യത പേരാവൂരിലെ? ഞാൻ പേരാവൂരിൽ ഉണ്ടായിരുന്നതാണ്. ഒരു സംശയവുമില്ലാതെ അവിടെ സണ്ണി ജോസഫ് ജയിച്ചു വരും. നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് KK ശൈലജ. നമുക്കൊക്കെ വലിയ ബഹുമാനമുള്ള വ്യക്തിത്വവുമാണ്. അങ്ങനെ തോറ്റുപോകേണ്ട ഒരാളുമല്ല. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കാണാതിരുന്നുകൂടാ. സാധാരണയിൽ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൃത്യമായി പ്രവചിക്കാറുണ്ടെന്നാണ് ആ മണ്ഡലത്തിൽ സഞ്ചരിച്ചപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം. സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്നത് 6000 മുതൽ 10000-നകത്ത് 6000 സണ്ണി ജോസഫ് ഉറപ്പിക്കുകയാണ്. അത് സണ്ണി ജോസഫിൻ്റെ സമയം തന്നെയാണ്. ഈ ഒരു ഭരണമാറ്റ സാധ്യത കണ്ടല്ലേ അത്തരം ഒരു? അല്ലാതെ തന്നെ ഇരിക്കൂറും പേരാവൂരും UDFന്റെ സ്ട്രോങ് ഹോൾഡാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നേ കുറവാണല്ലോ. അതാണ് 1000 സംതിങ് ഉണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ ഇത്തവണ ഭൂരിപക്ഷം ഉയർത്താനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്.
ഞാൻ പെരാവൂരിൽ മണ്ഡലത്തിൽ പോയ നമ്മുടെ ഈ പിന്നെ ബിഗ് ബസ്സുമായി ഞാൻ പോയ സ്ഥലമാണ് പെരാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ബസ് നേരത്തെ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന സണ്ണി ജോസഫ് ജയിച്ചു കയറാനുള്ള സാധ്യത. സണ്ണി ജോസഫ് ജയിച്ചാൽ മന്ത്രിയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല ഒരു കാര്യം ഇവിടെ പറയായിരുന്നു, KPC പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മുഴുവൻ സമയം പേരാവൂരിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവിടെ മാധ്യമങ്ങളെ കാണുന്ന പോലും പേരാവൂരിലാണ്. എനിക്ക് വ്യക്തിപരമായി കെ ശൈലജ തോക്കുന്ന ഒരു വിഷമമുണ്ട്. എന്താ അറിയോ, ഒരു പക്ഷേ ഇടതുപക്ഷം പ്രതിപക്ഷത്താണ് ഉള്ളതെങ്കിൽ പ്രതിപക്ഷ നേതാവാകേണ്ട ആദ്യത്തെ വനിത കൂടിയായിരുന്നു. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, കെ ശൈലജ പേരാവൂരിലേക്ക് വരുമ്പോഴേ ഈ സ്ത്രീ വോട്ടുകൾ കെ ശൈലജയ്ക്ക് അനുകൂലമായി ഒരു ഈ പാർട്ടി വ്യത്യാസമില്ലാതെ ഒരു കൺസോൾട്ടേഷന് സാധ്യതയുണ്ടോ? വേണം വിജയ, ഞാൻ ഈ കൊട്ടിക്കലാശത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്ത്രീകൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഈ മണ്ഡലത്തിലുള്ളതല്ല, ടീച്ചർ ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് കൊട്ടിക്കലാശം കാണാൻ വന്നതാണെന്ന്. അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ട്, പക്ഷേ അത് വോട്ടാകുമോ മാറുമോ എന്നറിയില്ല അല്ലേ വിജയകുമാർ? സണ്ണി ജോസഫ് ജയിക്കും അവിടെ പേരാവൂരിൽ, എനിക്കതിൽ തർക്കമില്ല. 5000-നും 10,000-നും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ടാവും എന്നുള്ളതാണ് വക്കീൽ പറയുന്നത്. 6000 ആണ്. അതെ, അത് എന്തായാലും 5000-നും 10,000-നും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. നമ്മൾ ഈ പറയുന്നത് അവിടെ ഇപ്പൊ ടീച്ചറിനെ അവിടെ മത്സരിപ്പിച്ചത് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒതുക്കാനാണ്, തോൽപ്പിക്കാനാണെന്നൊക്കെയുള്ള ഈ നമ്മുടെ UDF നറേറ്റീവിനോട് ഞാൻ അതിനെ യോജിക്കും. ഞാൻ രാവിലെ സുജയമായി തർക്കിച്ചതാണ്. ടീച്ചറിനെ ആ മണ്ഡലത്തിൽ CPM നിർത്തിയത് ആ മണ്ഡലം പിടിക്കാൻ തന്നെയാണ്. അതിന് വേണ്ടുന്ന എല്ലാ ഗ്രൗണ്ട് വർക്കും നടത്തിയിരുന്നു, അതിശക്തമായ ക്യാമ്പയിനും നടത്തിയിരുന്നു. കൊട്ടിക്കലാശത്തിൽ MV ഗോവിന്ദൻ വന്നു. MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, അന്ന് വേണുഗോപാലകൃഷ്ണനായിട്ട് സംസാരിച്ചാണല്ലോ അല്ലെ, സംസ്ഥാന സെക്രട്ടറി നേരിട്ട് അവിടെ വരികയും ചെയ്തു. അവിടെ ടീച്ചറിന് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM-ന്റെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചത് ഗംഭീരമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും ടീച്ചർ ജയിച്ചില്ല എന്നേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. അതല്ലാതെ ടീച്ചറിനെ അവിടെ കൊണ്ടുവന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള UDF-ന്റെ നറേറ്റീവ് ഞാൻ കണക്കിലെടുക്കുന്നില്ല. അതിശക്തമായ മത്സരം കാഴ്ചവെക്കാനും മണ്ഡലം പിടിക്കാനുമാണ് കെ ശൈലജ അവിടെ കൊണ്ടു നിർത്തിയത്. പക്ഷേ UDF മണ്ഡലമാണ്, UDF ജയിക്കുകയും ചെയ്യും. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. പേരാവൂരിലേക്ക് ടീച്ചറെ എത്തിച്ച് ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുവാനുള്ള സാധ്യതയാണ്. വനിതാ മന്ത്രി ഒരിക്കൽ കൂടി നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് വനിതാ മന്ത്രി പോലെ അല്ല. കെ സുധാകരൻ ഫാക്ടർ വർക്ക് ചെയ്ത് പേരാവൂര് സണ്ണി ജോസഫ് ജയിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കെ ശൈലജ അവിടെ ജയിക്കുമെന്ന് കരുതുന്നു. ഇനി അത് ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം ചിലപ്പോൾ ഇതിനെ സ്വാധീനിച്ചേക്കാം. കെ ശൈലജ അവിടെ ജയിക്കുന്നില്ല എങ്കിൽ അത് CPM എടുത്ത നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെടുത്ത തീരുമാനമാണ്. അങ്ങനെ കെ ശൈലജ ജയിക്കാതിരിക്കുകയും LDF-ന് തോൽവിയുമാണ് ഈ മൊത്തം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ തോൽവിയുടെ എല്ലാ കണക്കുകളും പരിശോധിക്കുമ്പോൾ ആദ്യത്തെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ഇതുകൂടിയായിരിക്കും. അങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക്, അങ്ങനെ എറിഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് CPM അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഒരു വലിയൊരു സ്വയം വിമർശനം വരുത്തി വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കില്ല എന്ന കാര്യം കൂടെ ഉണ്ട്. ശൈല ടീച്ചർ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, മട്ടന്നൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ശൈല ടീച്ചറിന്റെ നാടെന്ന് പറയുന്ന പേരാവൂരാണ്. അതിന് ലക്ഷ്മിയോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ലക്ഷ്മി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിയായി ശൈല ടീച്ചറിനെ കാണാതെ ഒരു വനിതാ പ്രതിപക്ഷ നേതാവായി മാത്രം കാണുന്നത്? മുഖ്യമന്ത്രിയായി തന്നെയാണ് കാണാൻ ആഗ്രഹം. ഭരണം കിട്ടിയില്ലെന്നുള്ളത് കിട്ടോ ഇല്ലോ എന്നുള്ളത് 4-ാം തീയതി അല്ലേ. അപ്പോഴും നിങ്ങൾ ആ പ്രതീക്ഷ പങ്കുവയ്ക്കാത്തത് എനിക്ക് വിഷമമുണ്ട് കേട്ടോ. അത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടേ? അതല്ലല്ലോ നമ്മുടെ സൂചനകളടക്കം കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോട് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരാഗ്രഹം നമുക്ക് പ്രകടിപ്പിക്കാമല്ലോ. വനിതാ മുഖ്യമന്ത്രിയെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അത് കെ ശൈലജ വനിതാ മുഖ്യമന്ത്രിയായാൽ വലിയ വലിയ സന്തോഷം. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു കിട്ടിയില്ല. രാഷ്ട്രീയത്തോടുമൊക്കെ അടുപ്പമുള്ള ആളാണ്. പക്ഷേ അതിനുള്ള സാധ്യത സുശീല ഗോപാലിനും കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് അവർക്കൊന്നുമില്ലാത്ത പരിഗണന ശൈല ടീച്ചറിന് കേരളത്തിന് പബ്ലിക് ഒരു സിവിൽ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും പട്ടികയിൽ തന്നെയും എക്സിറ്റ് പോൾ പട്ടികയിലൊക്കെ തന്നെയും ഉണ്ട് ശൈലജയുടെ പേരുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊരു സാധ്യതയാണ്. ഒരു സുരക്ഷിത മണ്ഡലമായിരുന്നുവെങ്കിൽ LDF പ്രതിപക്ഷത്തിരിക്കുവാനുള്ള സാധ്യതയാണല്ലോ. CPM എന്താ പറഞ്ഞത്? CPM പറഞ്ഞു ഞങ്ങൾ 3 തരത്തിലുള്ള
തരത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. ഒന്ന് ഉറപ്പായി ജയിക്കുന്ന മണ്ഡലങ്ങൾ, ധർമ്മടം പോലെ ഉറപ്പായി ജയിക്കുന്ന മണ്ഡലങ്ങൾ. ഞങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ, ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ, അതാണ് രണ്ടാമത്തെ തട്ടിലുള്ളത്. അതാണ് പേരാവൂർ. വേറെ മണ്ഡലങ്ങളിലൊന്നും ഈ ആഞ്ഞു പിടിക്കൽ കണ്ടില്ല. അവര് പറഞ്ഞത് പേരാവൂരിൽ മാത്രമാണ് ഈ ആഞ്ഞു പിടിക്കൽ. അവര് പറഞ്ഞ അങ്ങനെയല്ല. ഞങ്ങൾ ആർക്കെതിരെയാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ, ഈ പറയുന്ന ശൈലജ ടീച്ചറെ ഫീൽഡ് ചെയ്ത് KPCC പ്രസിഡന്റിനെതിരെയാണ് ഫീൽഡ് ചെയ്തിരിക്കുന്നത്. KPCC പ്രസിഡന്റിനെതിരെ മത്സരിക്കാൻ ശൈലജയെ പോലെ പ്രഭാവമുള്ള ഒരാളെ ഞങ്ങൾ ഇറക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷേ വേറെ ഒരിടത്തും ഈ പ്രഭാവം നമ്മൾ കണ്ടില്ല. അല്ല, അവിടെ മണ്ഡലം പിടിക്കാൻ വേണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. ലക്ഷ്മി വാശി ഉണ്ടായില്ല. അല്ല, ഒറ്റ കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഈ, അതായത് CPM-നകത്തും LDF-നകത്തും ഉണ്ടാക്കുന്ന ഒരു പുകച്ചിലുണ്ടല്ലോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു. VD സതീശൻ നടത്തിയ സ്ട്രാറ്റജി കൊണ്ട് സതീശനാകണ്ടേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകേണ്ടത് ചോദിക്കുന്നത് നമുക്ക്. ഇത്തവണ LDF 3.0 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. തോറ്റു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാപ്റ്റൻസിക്ക് എതിരായ വികാരവും, ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി വേറൊരു മുഖ്യമന്ത്രി ആകട്ടെ എന്നല്ലോ. അങ്ങനെയല്ല, ശൈലജ ടീച്ചർ എഴുതി തല്ലുന്നില്ല, വനിതാ മുഖ്യമന്ത്രി വേണം. പക്ഷേ ഇത്തവണ LDF ജനങ്ങളെ നേരിട്ടുള്ള ഒരു മണ്ഡലം കൊടുക്കാമായിരുന്നു. ജനങ്ങളെ നോക്കൂ, ഒരു മണ്ഡലം കൊടുക്കാമായിരുന്നു. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിലൊന്നും ആരോടും സംശയം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിയമസഭയിൽ വരണമെന്നുള്ള ലക്ഷ്മി പറഞ്ഞത് ആ പോയിന്റ് കറക്റ്റ് ആണ്. കാരണം പ്രതിപക്ഷ നേതാവ് വേറെയാണ്, പ്രതിപക്ഷ നേതാവ് വേറെയാണ്. ലക്ഷ്മി പറഞ്ഞ ലക്ഷ്മിയെ പോലെ തന്നെ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് ശൈലജ ടീച്ചർ നിയമസഭയിൽ വരണം എന്ന് താല്പര്യമുള്ളതുകൊണ്ട് ശൈലജ ടീച്ചറിനെ നിയമസഭയിൽ കാണണമെന്നുള്ള ലക്ഷ്മിയുടെ താല്പര്യം കൊണ്ടുകൂടിയാണ് പറയുന്നത്. പക്ഷേ CPM അതിനകത്ത് വേറൊരു വേർഷൻ ഉണ്ട്. CPM എന്താണ് പറയുന്നത്? അതായത് ശൈലജ ടീച്ചറെ ഞങ്ങൾ അവിടെ ഇറക്കിയത് അതൊരു UDF-ന് മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ്. അവിടെ സംസ്ഥാനത്തെ KPCC പ്രസിഡന്റിനെതിരെ മത്സരിക്കാൻ തക്ക വ്യക്തിപ്രഭാവമുള്ള ഒരാളെ തങ്ങൾ അവിടെ ഫീൽഡ് ചെയ്യുകയാണ്. അങ്ങനെ ആ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ശൈലജ ടീച്ചറിനേക്കാൾ മികച്ച മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അതുകൊണ്ടാണ് അതാണ് CPM വെർഷൻ. പറവൂരിൽ കണ്ടില്ല, നമ്മൾ തൃശ്ശൂരിൽ കാണുന്നില്ല, ചെന്നിത്തലയ്ക്കെതിരെ കാണുന്നില്ല, എങ്ങും കാണുന്നില്ല. ലക്ഷ്മി പറവൂര് മത്സരിപ്പിക്കാൻ ലക്ഷ്മി അവിടെ ജയിക്കുകയാണ്. സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ അവിടെ. ലക്ഷ്മി അങ്ങനെ പറയല്ലേ. കാരണം അങ്ങനെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ശൈലജ ടീച്ചർ. അങ്ങനെ മണ്ഡലം KPCC പ്രസിഡന്റിനെ തോൽപ്പിച്ച് KK ശൈലജ അവിടെ ജയിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കൂ. നിങ്ങൾ എന്താ LDF പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സ്ഥിതി ആലോചിക്കുക. ശൈലജ ടീച്ചർക്ക് ഒരു സുരക്ഷിത മണ്ഡലമായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തിനാണ് KK ശൈലജ പോലെ വിപക്ഷ നേതാവ് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഫീൽഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഷാഫി പറമ്പിലിനെ തോൽപ്പിച്ചില്ലല്ലോ? അത് ലോക്സഭയാണ്, വ്യത്യാസമുണ്ട്. സ്ഥാനാർത്ഥിക്കെതിരെയല്ലെന്നേ KPCC പ്രസിഡന്റിനെതിരെയാണ് മത്സരിക്കുന്നത്. തോക്കട്ടെ എന്നല്ലേ, പടവെട്ടി തോൽക്കട്ടെ എന്നല്ലേ. തോൽക്കാൻ വേണ്ടിയല്ല, പടവെട്ടാൻ ഇറക്കുന്നത്, യുദ്ധത്തിന് ഇറക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. പേരാവൂർ പോലുള്ള മത്സരത്തിൽ KPCC പ്രസിഡന്റിനെതിരെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇറക്കുന്നത്. മെയ് 4 കാണണേ. ഓക്കെ. പാലക്കാടത്തെ കണക്കുകൾ ജസ്റ്റ് നോക്കാം. ജോഷി പറഞ്ഞത് അവിടെ സണ്ണി ജോസഫ് ജയിക്കുമെന്നാണ്. നമുക്ക് ചർച്ച ചെയ്ത് ചുമ്മാതെ ചർച്ചയ്ക്കണ്ട. നമുക്ക് പാലക്കാടത്തെ കണക്കുകൾ നോക്കാം. പാലക്കാട് നമ്മൾ ചർച്ച ചെയ്തതാണ് വിശദമായി തന്നെ. UDF-ന്റെ ഭൂരിപക്ഷം 2021 3859 ആയിരുന്നു. ഇത്തവണ NMR റസാഖാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് കളത്തിലിറങ്ങിയത്. രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി, ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി. ഇതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ UDF രാഹുൽ മാങ്കുട്ടത്തിൽ അവിടെ വിജയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇക്കുറി സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ. ഇനി നമുക്ക് പാലക്കാട് നിന്ന് നേമത്തേക്കാണ് പോവേണ്ടത്. നേമത്ത് V ശിവൻകുട്ടി LDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ജയിച്ചത് 3949 വോട്ടുകൾക്കാണ്. ഇത്തവണയും V ശിവൻകുട്ടി തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയായി ഇറങ്ങിയിരിക്കുന്നത്. KS ശബരിനാഥനെയാണ് UDF കളത്തിലിറങ്ങിയത്. രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി. നേമത്തെ സാധ്യത എന്താണ് വിജയകുമാർ? നേമത്ത് കഴിഞ്ഞ തവണ ഇടതുമുന്നണി പൂട്ടിയ അക്കൗണ്ട് BJP വീണ്ടും
തുറക്കും. അവിടെ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിലുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു. അവിടെ സംഘടനാപരമായി BJPക്ക് ഉള്ള കരുത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വന്നതോടുകൂടി കുറെ കൂടി ശക്തമാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഗ്രൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. എല്ലാം കൂടി ചേർക്കുമ്പോൾ നിയമം ഇത്തവണ BJPക്കൊപ്പമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. വേണു ബാലകൃഷ്ണൻ, നിയമത്തിന്റെ കാര്യത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് ഞാൻ ആശങ്കപ്പെടുന്ന ഒരേ ഒരു മണ്ഡലമാണത്. BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലം. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നും എനിക്ക് ആഗ്രഹമുണ്ട് വ്യക്തിപരമായി. പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുകയല്ല, അങ്ങനെ ആഗ്രഹമുണ്ട്. രാഷ്ട്രീയമാകുമ്പോൾ പിന്നെ പ്രാർത്ഥനയല്ലല്ലോ വേണ്ടത്, പ്രവർത്തനവും അതിനകത്തുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുമാണ് പ്രധാനം. അത് അവിടുത്തെ വോട്ടർമാരെ ജാഗ്രതയോടെ നയിക്കട്ടെ. ശിവൻകുട്ടി അണ്ണൻ എന്ന ജാഗ്രതയോടെ നയിക്കാനില്ല, കഴിഞ്ഞു പോളിംഗ്. അതെ, ശരിയാണ്. അണ്ണൻ ജയിക്കട്ടെ എന്നാണല്ലേ? എന്നാലും ചിലപ്പോ അതൊരു പ്രതീക്ഷ. അങ്ങനെയല്ല, വി ശിവൻകുട്ടി ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ BJP കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നിയമത്താണ്. എനിക്കും നിയമം ഒരു BJP പിടിച്ചെടുക്കും. രാജീവ് ചന്ദ്രശേഖർ പിടിക്കും നിയമം എന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമേ വി ശിവൻകുട്ടിയുടെ പ്രതികരണം കണ്ടിരുന്നു. അത് കുറച്ച് ഡിപ്രസ്ഡ് ആയ പ്രതികരണമായിരുന്നു. എവിടെയൊക്കെയോ പണി കിട്ടിയെന്ന് തോന്നൽ വി ശിവൻകുട്ടിയുടെ പ്രതികരണം. നേതാവിന്റെ ഓഡിയോ വന്നില്ലേ ആ ഘട്ടത്തിലൊക്കെ? പക്ഷെ ശിവൻകുട്ടി വളരെ ശക്തമായി തന്നെ പറഞ്ഞു അതിൽ നിന്നും ഒന്നും ബാധകമാകും എന്ന് തോന്നുന്നില്ല എന്ന്. നോക്കാം. പക്ഷെ അവിടെ ഡീല് നടന്നു എന്തോ. ശിവൻകുട്ടി കുറച്ച് ഡൗൺ ആയി അതിനുശേഷം പ്രതികരിക്കുന്ന കൊണ്ട് ഞാൻ എക്സാക്ട് വേർഡിങ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് ശിവൻകുട്ടി കുറച്ച് ഡൗൺ ആയിരുന്നു. ഞാൻ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു പക്ഷേ BJP അക്കൗണ്ട് തുറന്നാൽ തുറക്കാൻ സാധ്യതയുള്ള സ്ഥലം നിയമമാണ്. പരീക്ഷ കാരണം ഇതാണ് ഒന്ന്, വി ശിവൻകുട്ടി അവിടെ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതല്ലാതെ അത് CPM ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഒരാളെ അല്ല അവിടെ ഇറക്കുന്നതെങ്കിൽ അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വരും എന്നതുകൊണ്ട് ഇറക്കിയതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ആ ഏരിയയിൽ നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നിയമത്തിന്റെ വാർഡുകൾ നേടിയ വലിയ ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കരുത് എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് വലിയ ഞാൻ ഒരു സീറ്റ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന ഒരു സീറ്റ് BJPക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഇത്തവണ. എൻ്റെ ആ ഒരു സീറ്റ് എന്നുള്ള ഫസ്റ്റ് പട്ടികയിലുള്ളത് നിയമമാണ്. നമുക്ക് നിയമത്ത് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു. സോറി, രാജീവ് ചന്ദ്രശേഖറിന് കിട്ടും അവിടെ അക്കൗണ്ട്. അവിടെ നിന്നായിരിക്കും തുറന്നു തുടങ്ങുക എന്ന് പറഞ്ഞു. ആദ്യത്തെ അക്കൗണ്ട് തുറക്കുകയല്ലോ, ഒരു തവണ തുറന്നു അവിടുത്തെ ഫലം അറിയാൻ ലാസ്റ്റ് റൗണ്ട് വരെ പോകേണ്ടതുണ്ടാവോ? ലാസ്റ്റ് റൗണ്ട് വരെ പോകേണ്ടി വരില്ല. പകുതി കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നിയമത്ത് നിന്ന് നാദാപുരത്ത് പോകാം. നാദാപുരത്ത് ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം 4035 വോട്ടുകളായിരുന്നു കഴിഞ്ഞ ടേമിൽ. ഇത്തവണ P വസന്തത്തെയാണ് LDF CPI കളത്തിലിറക്കിയിരിക്കുന്നത്. KM അഭിജിത്ത് UDF സ്ഥാനാർത്ഥി അവിടെ എത്തി. CP വിപിൻ ചന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. വേണു ബാലകൃഷ്ണൻ, നാദാപുരം ഇത്തവണ ഉറപ്പായും പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് UDF. നാദാപുരം CPIയുടെ ഉറച്ച കോട്ടയാണ്, ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. പക്ഷെ ആ കോട്ട പപ്പടം പൊടിയും പോലെ പൊടിയും. KM അഭിജിത്ത് ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നാദാപുരം വേണു പറഞ്ഞ പോലെയാണ്, പതിറ്റാണ്ടുകളായി CPIയുടെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ്. ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മണ്ണാണ്. പക്ഷെ അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു യുവ തുർക്കി അവിടെ വന്ന് കളത്തിലിറങ്ങിയതോടെ കളം മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കൊല്ലം പോലെ സംഭവിക്കാൻ പോകുന്ന മാറ്റമുള്ളൊരു ജില്ലയാണത്. കോഴിക്കോട് വളരെ ആധിപത്യമാണല്ലോ. ആകെ ഒറ്റ 2 ഘടകകക്ഷികളുടെ MLA മാത്രമല്ലേ ഉള്ളൂ അവിടെ, അല്ലെ വിജയ? 2 ഘടകകക്ഷികളുടെ, ഒന്ന് മുനീറും പിന്നെ ഒന്ന് രമയുമാണ്. ആ രാഷ്ട്രീയ ഭൂപടമേ മാറും കോഴിക്കോട്, കൊല്ലം പോലെ മാറും കോഴിക്കോടും. എനിക്കും അങ്ങനെ നാദാപുരം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അഭിജിത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. CPI സ്ഥാനാർത്ഥി താരതമ്യേന ദുർബല സ്ഥാനാർത്ഥിയാണ് എന്ന് തോന്നുന്നു. മാത്രമല്ല ഭാര്യയാണ് വസന്തം വളരെ സജീവമായി പക്ഷെ നമ്മൾ അഭിജിത്തിനെ പോലെ ഒരു യുവാവ് അവിടെ ഭരണവിരുദ്ധ തരംഗത്തിൽ മാത്രമേ വീഴത്തുള്ളൂ. അതെ, ഭരണവിരുദ്ധ തരംഗത്തിൽ ആഞ്ഞു വീഴാൻ പോകുന്നത് ഏറ്റവും വലിയ മുറിവേൽക്കാൻ പോകുന്നത് CPIക്കായിരിക്കും. എനിക്ക് വേറൊരു സാധ്യത അവിടെ നാദാപുരത്ത് തോന്നുന്നത്, പേരാമ്പ്രയിൽ തെഹ്ലിയ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് നാദാപുരത്ത് ന്യൂനപക്ഷ വോട്ടുകൾ അഭിജിത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ വിചാരം
ഷാഫി ഫാക്ടർ ലോക്സഭയിൽ 25,000-ഓളം കിട്ടിയത് ഒന്ന് ഷാഫി ഫാക്ടർ. പിന്നെ അത് തന്നെയാണ് ഷാഫി ഇടത് ക്യാമ്പിന് വലിയ ഉറപ്പില്ലാത്തത്. പിന്നെ ഈ തളിപ്പറമ്പ് മോഡലാണ് സ്ഥാനാർത്ഥിയിൽ നിന്ന് അകത്ത് വന്ന ആരോപണങ്ങൾ ഒക്കെ ഒരു വരുന്നത്. 5.5 പതിറ്റാണ്ടൊക്കെ നിന്ന ഒരു മണ്ഡലം വിട്ടുപോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ മുറിവായിട്ട് നാദാപുരം അങ്ങനെയാണെങ്കിൽ LDF ഉണ്ടാവും. നിങ്ങളൊക്കെ പറഞ്ഞ വ്യത്യസ്ത അഭിപ്രായം എനിക്കുള്ളത്. നാദാപുരം കഷ്ടിച്ച് CPI നിലനിർത്തും തന്നെയാണ്. അതെ അത് ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ, അവിടെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ ആ മണ്ഡലത്തിൽ. അത് നമ്മൾ കാലങ്ങളായി നാദാപുരത്തെ പറ്റി പഠിക്കുമ്പോൾ അതവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴും നാദാപുരം ഇത്രയൊക്കെ ആന്റി ഇൻകുംബൻസി വടക്കൻ കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോഴും നാദാപുരം ആ കോട്ടയിൽ വിള്ളലുണ്ടാകും, പക്ഷേ കോട്ട തകരില്ല. നോക്കാം, മെയ് 4 വരെ കാത്തിരിക്കാം. അടുത്ത കോട്ട കടുത്തുരുത്തിയിൽ UDFന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ടേമിൽ 2256 മാത്രമായിരുന്നു. ഇത്തവണ 4200 അല്ലേ, ക്ഷമിക്കണം, 4256. ഇത്തവണ നിർമ്മല ജിമ്മിയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് LDF. മോൻസ് ജോസഫ് തന്നെയാണ് UDF സ്ഥാനാർത്ഥി. സുരേഷ് എട്ടിക്കുന്നേൽ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നു. കടുത്തുരുത്തിയിൽ എന്ത് സംഭവിക്കും അപർണ? കടുത്തുരുത്തി ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന ഒരു സ്ഥലമാണല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു മോൻസിന് കേരള കോൺഗ്രസിന്റെ വോട്ടൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്നത് മോൻസിന് ഒരു വിഷയമാകും. പക്ഷെ എങ്കിലും മോൻസ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നു. ഒരു UDF അത് ഒരു ഹെയർലൈൻ മെജോറിറ്റിയിൽ ഒരു UDF അനുകൂല തരംഗമുണ്ടെങ്കിൽ മോൻസ് തന്നെ ജയിക്കും അല്ലേ കടുത്തുരുത്തി? UDF അനുകൂല തരംഗമില്ലെങ്കിലും മോൻസ് ജയിക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മോൻസ് കേരള കോൺഗ്രസ് മന്ത്രിയാവുകയും ചെയ്യും. രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കൂടെ ഉണ്ടെങ്കിൽ തൊടുപുഴയിലെ PG ജോസഫ് സാറിന്റെ മകൻ അപ്പു രണ്ടാമത്തെ മന്ത്രിയാവുകയും ചെയ്യും. രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കൂടി ചോദിക്കാനും സാധ്യത. ജോസഫ് ഗ്രൂപ്പിനായിരിക്കും ഇത്തവണ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് എന്ന ഒരു കഥയുണ്ട്. UDF അത് ലീഗിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വെല്ലുവിളിയൊന്നും ഇല്ല അല്ലേ? ജോസഫ് ഗ്രൂപ്പിലെ 6 പേര് ജയിച്ചു വരുമെന്നാണ് പറയുന്നത്. അവരുടെ നല്ല സ്ട്രൈക്ക് റേറ്റ് ആയിരിക്കുമെന്നും പറയുന്നു. കടുത്തുരുത്തി മോൻസിന് ഉറപ്പാണ്. ഈ നിർമ്മല ജിമ്മി അവിടുത്തെ പഴയ ജില്ലാ പഞ്ചായത്ത്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അവർ പക്ഷെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്, നല്ല ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട്, പ്രാദേശികമായി അവർക്ക് നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷേ മോൻസിനെ പോലെ ഒരാളെ, പ്രത്യേകിച്ച് ഒരു UDF തരംഗമുണ്ട് എന്നൊക്കെ നാം കരുതുന്ന സമയത്ത്, മോൻസ് മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് നാം ഉറപ്പിക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായും മോൻസ് തന്നെ ജയിക്കും. നേരെ കുണ്ടറയിലേക്ക് പോവാം. കുണ്ടറയിൽ UDFന്റെ PC വിഷ്ണുനാഥന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ടേമിൽ 4523 ആയിരുന്നു. ഇത്തവണ SL സജികുമാറിനെയാണ് LDF കളത്തിലിറക്കിയത്. PC വിഷ്ണുനാഥ് തന്നെയാണ് സിറ്റിംഗ് MLA തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. റോബിൻ രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിത്വം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. വേണുബാലകൃഷ്ണൻ, കുണ്ടറയിൽ PC ഭൂരിപക്ഷം ഉയർത്തും അല്ലേ? സംശയമില്ല. PC വിഷ്ണുനാഥ് നല്ല നിലയിൽ ജയിച്ചു വരും, മന്ത്രിയാകണം എന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം ശരിക്കും ഉമ്മൻചാണ്ടിയുടെ എല്ലാ ട്രെയ്റ്റും ഉള്ള ഒരാൾ വിഷ്ണുവാണ്. ആ കുടുംബം പിന്നീട് പറയുകയും ചെയ്തിരുന്നല്ലോ, ഈ ഉമ്മൻചാണ്ടി ഭക്തർ എന്ന് പറയുന്ന ഒരുപാട് യുവാക്കൾ അവരെല്ലാം കപടഭക്തന്മാരായിരുന്നു. ആ വീട്ടുമായി ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നത് വിഷ്ണുവാണ്. മാത്രമല്ല വിഷ്ണുവിന് അതൊന്നും ഒരു നാട്യമല്ല. വിഷ്ണുവിന് ഒരു പ്രഹരം ഏറ്റിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന്. അതിൽ നിന്ന് വിഷ്ണു ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ആ ജില്ല തന്നെ വിട്ടുപോകേണ്ടിരുന്നു. പക്ഷെ വിഷ്ണു മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. വിഷ്ണു പിന്നെ ബേസിക്കലി കേസ് മുതൽ നമ്മൾ കാണുന്ന ഒരാളല്ലേ, നല്ലയാളാണ്. അപ്പോ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയായിരിക്കും വിഷ്ണുനാഥ് എന്ന് തോന്നുന്നു അല്ലേ? എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ വിഷ്ണുനാഥ് മന്ത്രിയാകും എന്നുള്ള ഒരു തോന്നലുണ്ട്. ജോഷി, ഈ നമ്മുടെ തൃക്കാക്കരയില് ഈ NDA സ്ഥാനാർത്ഥിയെ 2020 സ്ഥാനാർത്ഥി നിർത്തിയ അഖിൽ മാരാർ, എനിക്ക് അഖിൽ മാരാരെ കാണുന്ന പോലെ തന്നെയാണ് റോബിൻ രാധാകൃഷ്ണനെ ഈ കുണ്ടറയിൽ കൊണ്ടുപോയി നിർത്തി. അഖിൽ മാരാറെ മറ്റേ പ്രസവം ഈസി ആയിട്ടുള്ള കക്ഷി വേണുബാലകൃഷ്ണൻ മീഡിയയിൽ സജീവമായൊന്നും കേട്ടിട്ടില്ല. അത് ജോഷി ഞാൻ കൂടെ ഉള്ളപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ആ പ്രതിഭാസത്തെ കാണുന്നത്. ഞാനെന്ന് ചോദിച്ചു, അന്ന് ഈ അഖിൽ മാരാർ നമുക്ക് ഒരു ലൈവ് വന്നു, ഈ നമ്മുടെ ആ 200 മണിക്കൂർ ലൈവത്തോണ്ടിടയ്ക്ക്. അപ്പൊ അതിനുശേഷം ഈ അഖിൽ മാരാരുടെ മറുപടിയിൽ വേണു ആകെ ഒരു ഇഷ്ടക്കേട് തോന്നി. അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു ഇതുണ്ടായി. അപ്പൊ ഞാൻ ഇടവേള വരികയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇടവേളയല്ലല്ലോ, ഇടഞ്ഞ വേളയാണല്ലോ എന്ന് പറഞ്ഞു. അത് PTA നിസ്സാരവൽക്കരിച്ചു. അങ്ങനെ ചെയ്തുകൂടാല്ലോ. അപ്പൊ എനിക്ക് അതുപോലെ തന്നെയാണ് റോബിൻ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം NDAക്ക്. അതായത് ജോഷി, ഇത് ഇടഞ്ഞ വേളയ്ക്ക് എന്തെങ്കിലും പറയുന്നെങ്കിലും ഉണ്ടോ? അഖിൽമാരെ കുറിച്ച് രമേശ് പിഷാരടി പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇന്ന് പറയുന്നല്ല 1 മാസം കഴിഞ്ഞ് പറയാം, അതല്ല 6 മാസം കഴിഞ്ഞ് പറയാം സോഷ്യൽ മീഡിയയിൽ. പക്ഷെ റോബിൻ രാധാകൃഷ്ണൻ ഇത്ര പോലും പറയുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നതല്ല സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത. മാത്രമല്ല BDJs നിന്ന സ്ഥലമാണ് അവിടെ. BDJs നിന്ന സ്ഥലമാണ്. വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്
റോബിൻ രാധാകൃഷ്ണൻ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഇപ്പോഴും പിടിയിട്ടുന്നില്ല. സജികുമാർ അവിടെ വളരെ ആഴത്തിൽ വേരുള്ള ഒരു പ്രവർത്തകനാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. PC അത്രയും സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരാൾ. ഇതിൻ്റെ ഇടയിൽ എന്താണ് ഇത്? ആ ഒരു വലിയ ഫൈറ്റിനെ പോലും ഉണ്ടല്ലോ ലഘൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തമാശ കളി ഈ തെരഞ്ഞെടുപ്പിനിടയിൽ നടക്കുകയാണെന്നാണ് തോന്നുന്നത്. അതിപ്പം തൃക്കാക്കരയാണെങ്കിലും ശരി, അത് ഇവിടെയാണെങ്കിലും ശരി. PC വിഷ്ണുനാഥ് ജയിക്കും. എനിക്ക് PC വിഷ്ണുനാഥ് ജയിക്കും എന്ന് തന്നെയല്ല, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇത്തവണ PC വിഷ്ണുനാഥ് ജയിച്ച് UDF അധികാരത്തിൽ വന്ന് അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലെങ്കിൽ അത് നീതികേടായിരിക്കും എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. മാത്രമല്ല ഈ പറയുന്ന അല്ല, ഞാൻ പറഞ്ഞ വിഷ്ണുനാഥ് അത് ഡിസർവ് ചെയ്യുന്ന ഒരാളാണ്. വിജയ, ഈ പറയുന്ന യുവാക്കൾ മുഴുവൻ ഉണ്ടല്ലോ, അവരിൽ ഈ റീലിലും ബഹളത്തിലും ഒന്നും പോകാതെ റിയൽ പൊളിറ്റിക്സ് പറയുന്ന ഒരാൾ വിഷ്ണുവാണ്. അതെ 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 അതെ. ഇത്രയൊക്കെ വിഷ്ണുവിനെ പോഴ്ത്തിയാ പോരെ? അപ്പൊ അടുത്തേക്ക് പോവാം. അതെ, തിരുവമ്പാടിയിലേക്കാണ് പോകുന്നത്. തിരുവമ്പാടിയിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം 4643 വോട്ടുകൾ മാത്രമായിരുന്നു ലിൻഡോ ജോസഫിന്റെ ഭൂരിപക്ഷം. ലിൻഡോ ജോസഫ്, ജനകീയനായ ലിൻഡോ ജോസഫ് തന്നെയാണ് ഇത്തവണയും LDFന്റെ സ്ഥാനാർത്ഥിയായി എത്തിയത്. CK കാസിമാണ് UDF സ്ഥാനാർത്ഥിയായി എത്തിയത്. സണ്ണി തോമസ് ആണ് NDA സ്ഥാനാർത്ഥി. തിരുവമ്പാടി ഇത്തവണ നന്നായി ഇടതുപക്ഷം വിയർക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ, അല്ലേ വിജയകുമാർ? തിരുവമ്പാടി തുടക്കത്തിലൊക്കെ നമ്മൾ കേട്ടിരുന്നതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് അങ്ങ് മാറി അവസാന ലാപ്പായപ്പോഴേക്കും LDFും UDFും ഒപ്പത്തിനൊപ്പം എത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ മണ്ഡലത്തിലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ UDF ജയിക്കുമെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് അവിശ്വസനീയമാണ് ആ മാറ്റം എന്ന് ഞാൻ ചില മണ്ഡലങ്ങളിൽ നമ്മൾ ഇങ്ങനെ പിച്ചു നോക്കുമല്ലോ, ശരിയാണോ? അതുപോലെ എനിക്ക് അവിശ്വസനീയമെന്ന് തോന്നിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായ ഒരു മണ്ഡലമാണ് തിരുവമ്പാടി. പല സാമൂഹിക ഘടകങ്ങളുണ്ട് അങ്ങനെ ഒരു മാറ്റം വരാതിരിക്കാനുള്ള. പക്ഷേ അതൊക്കെ നോക്കുമ്പോഴും തിരുവമ്പാടിയിൽ ലാസ്റ്റ് ലാപ്പിൽ ഒപ്പത്തിനൊപ്പമാണ്. നേരിയ എഡ്ജ് UDFനുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടുന്ന് കേൾക്കുന്നത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് അങ്ങനെയാണ് എന്ന് പലരും എന്നോട് പറഞ്ഞു. ആ മണ്ഡലത്തിലെ വോട്ടർമാരായ പലരും എന്നോട് പറഞ്ഞു തിരുവമ്പാടിയിൽ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ആ മേഖലയിൽ ആകെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റമാണ്. തിരുവമ്പാടിയും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വേണുബാലകൃഷ്ണൻ, ഈ താമരശ്ശേരി രൂപതയുടെയൊക്കെ പിന്തുണ തുടക്കത്തിൽ ലിൻഡോയ്ക്കായിരുന്നു. പിന്നീട് അത് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലേ? അതും ഈ സഭയുടെ പിന്തുണയില്ലായ്മയും ലിൻഡോയ്ക്ക് അവിടെ വലിയ തോതിൽ കഷ്ടമായിട്ടുണ്ടാകും, തിരിച്ചടിയായിട്ടുണ്ടാകും അല്ലേ? ലിൻഡോ നല്ല ആളാണ്, നല്ല സ്വീകാര്യനുമാണ്. പക്ഷേ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയുണ്ട് UDFുമായി ബന്ധപ്പെട്ട്. അത് ലീഗ് പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം വിഭാഗവും കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന സഭയും ഒക്കെ പ്രബലമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗവും അവർ ഈ ഘട്ടത്തിൽ ഒന്നിക്കണമെന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് റെമജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞതും പാമ്പ്ലാനി പറഞ്ഞതും കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ് CPM. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലിൻഡോ നല്ല ആളാണ്, പക്ഷെ അവിടെ JK UDF സ്ഥാനാർത്ഥിയാണ്. വേണുബാലകൃഷ്ണൻ തുടക്കം തൊട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നോ? വേണുബാലകൃഷ്ണൻ അവിടെ UDF ആ മണ്ഡലത്തിൽ ജയിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നോ? അവിടെ ഏറ്റവും പ്രധാനമായത് ലീഗ് അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയില്ല എന്നതാണ്. ലീഗ് അവിടുത്തെ സ്ഥാനാർത്ഥിയെ മാറ്റാതിരിക്കുകയും സഭയുമായി കോർക്കുകയുമല്ല ചെയ്യാൻ മുതിർന്നിരിക്കുന്നത്. കുറച്ചൊരു ലാർജർ പൊളിറ്റിക്സിലേക്കാണ് പോയത്. അവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ തൃശ്ശൂരൊക്കെ കാണുന്നുണ്ടല്ലോ, പല ദിക്കുകളിലും ഇപ്പോൾ എന്താ പറയേണ്ടത്, സഭയ്ക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് UDF വഴങ്ങുന്ന, കോൺഗ്രസ് വഴങ്ങുന്ന മറ്റു മണ്ഡലങ്ങൾ നാം കാണുന്നു. അതൊക്കെ പല വെച്ചുമാറലുകളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ സഭയും മുസ്ലിം വിഭാഗവും ഒന്നിച്ചുകൊണ്ട് UDFിലേക്ക് തിരികെ പോവുക എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചനാനിയിലും പാമ്പ്ളാനിയും ഒക്കെ നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതല്ല ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ലിൻഡോ തോറ്റാൽ അതൊരു വലിയ അത്ഭുതവും ഒരു തിരിച്ചടിയും ലിൻഡോയ്ക്ക് തന്നെ വ്യക്തിപരമായി. കാരണം ലിൻഡോയുടെ പ്രവർത്തനം നമുക്കറിയാവുന്നതാണ്. ഈ പ്രളയകാലത്തടക്കം ലിൻഡോ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ലിൻഡോ സഭയ്ക്ക് സ്വീകാര്യനുമായിരുന്നു. ലിൻഡോ സഭയ്ക്ക് നല്ല സ്വീകാര്യനായിരുന്നു. ലിൻഡോയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുമാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ജോഷി, ഒരു ഭരണമാറ്റമാണ് സഭ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ലിൻഡോയ്ക്ക് തിരിച്ചടിയാകും. നമ്മളും ഈ സർവേയിലൊക്കെ കണ്ടതാണ് 83-84% വോട്ട് തൃപ്തികരമാണ്, ലിൻഡോ എന്ന് പറയുന്ന MLA തൃപ്തികരമാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലീഗിന് അധികാരം വേണം എന്ന് മുസ്ലിം ജനസാമാന്യം ആഗ്രഹിക്കുന്നത് പോലെ സഭയ്ക്ക് അധികാരം വേണം എന്ന ആഗ്രഹമുണ്ട്, അല്ലെ വിജയ? അതായത് അതാണ് അവിടെ ഭരണമാറ്റമാണ് കാര്യങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് ഒരാളുടെ പ്രവർത്തനമോ CPM-നൊപ്പം അല്ല,
ഒരാളുടെ പ്രവർത്തനമോ അയാളുടെ വ്യക്തിഗതമായ മികവോ അല്ല ചില ഘട്ടങ്ങളിലെങ്കിലും വിജയം നിശ്ചയിക്കുക. ജോഷി, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിക്കപ്പോഴും ഇത് തന്നെയാണ് ഭരണമാറ്റത്തിലുള്ള ഒരു പൊതുവികാരം. അത് സഭകളുടെയും സമുദായങ്ങളുടെയും വികാരമാണ് പലപ്പോഴും ജയത്തിലേക്ക് എത്തിക്കുക. CPM ഭരിക്കുമ്പോൾ അതിലൂടെ സഹായം കിട്ടുക എന്ന നിലയല്ല സഭ ഇപ്പോൾ എടുക്കുന്നത്. നേരിട്ട് തന്നെ അധികാരത്തിന്റെ ഞങ്ങളുടെ സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുട്ടനാട്ടിലെ ഒരു വിമത സ്ഥാനാർത്ഥി വന്നപ്പോൾ ചങ്ങനാശ്ശേരി രൂപതയുടെ അരമനയിൽ വിളിച്ച് ആ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചത് ആരാ? സഭയാണ്. സഭ ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. UDF വരണം, കോൺഗ്രസ് വരണം, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. ഇടുക്കി പോലുള്ള സ്ഥലത്ത് അവിടെ മത്സരിച്ചാര റോയ് കെ പോലീസ് പറഞ്ഞ യാക്കോബക്കാരനാ. പക്ഷെ അവിടുത്തെ കത്തോലിക്ക സഭ പരസ്യമായും രഹസ്യമായും അവിടെ മത്സരിക്കുന്ന റോഷികരാണ് സിറോ മലബാർ സഭാംഗമാണ്. മാത്രമല്ല ജോഷി പല സ്ഥലങ്ങളിലും എന്താ ഇവിടെ പ്രചാരണം കുറവാണല്ലോ, ഫ്ലക്സുകൾ കുറവാണല്ലോ എന്ന് ചോദിക്കുന്നു സഭ. അവിടുത്തെ ദുഃഖവെള്ളിയാഴ്ച മല കയറാൻ പോയ അവിടുത്തെ പള്ളിയിലെ ഇടവകാരി തന്നെ ചോദിക്കുകയാണ്, ഇവിടെ എന്താ റോയ് കെ പോലോസിന്റെ ഫ്ലക്സ് കുറവാണല്ലോ ഈ വഴി. റോഷിയുടെ കാര്യത്തിലെ ഒരു സംഗതി കൂടി ഉണ്ട്. അതായത് ജോസ് കെ മാണി ഇത്തവണ കേരള കോൺഗ്രസിനെ UDF-ൽ കൊണ്ടുപോകായിരുന്നു. അതിനെ എതിർത്ത റോഷി മാത്രമാണ്. കേരള കോൺഗ്രസ് UDF-ൽ വരണം എന്ന് ആഗ്രഹിച്ച കേരളത്തിലെ കത്തോലിക്ക സഭയാണ്. അതിന് വിലങ്ങുതടിയായത് റോഷിയാണ്. അതുകൊണ്ട് കൂടിയുണ്ട് സഭയ്ക്ക്. അതും തീർക്കും. ഞാനിതാ പറഞ്ഞത് രണ്ട് വിഷയമാണ്. ഒന്ന് ലിൻഡോയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വീകാര്യത, പെട്ടെന്ന് ആ ഒരു ചിത്രം മാറി മറിഞ്ഞ ഒരു കാര്യം, തുരങ്കപാതയ്ക്ക് ശേഷം അല്ലാത്തൊരു ചിത്രം മാറി മറിഞ്ഞു. പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട കാര്യം മലബാറിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടല്ലോ, അതിലൊരു കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് LDF-ന് വിരുദ്ധമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതൊരു പക്ഷേ എനിക്കൊന്ന് വളരെ കോർഡിനേറ്റിംഗ് ആയിട്ട് ഓർഗനൈസിംഗ് ആയിട്ട് ലീഗ് തന്നെ അതിന് മുന്നിൽ നിന്നാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറികടക്കാൻ ലിൻഡോയുടെ മാത്രം സ്വീകാര്യതയ്ക്ക് കഴിയുമെങ്കിൽ അത് രാഷ്ട്രീയ സമവാക്യത്തിനപ്പുറത്തുള്ള ഒരു വിജയമായിട്ട് മാറും. അതല്ലെങ്കിൽ മലബാറിൽ ആ ഒരു തരംഗമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് തിരുവമ്പാടിക്ക് കഴിയുക എന്നുള്ള സംശയം. വിഷമിക്കേണ്ട കുറിപ്പിനായൊരു വിഷമം പോലെ. അതെ, നമുക്ക് തിരികെ എത്താം. എക്സിറ്റ് പോൾ നമ്മൾ മണ്ഡലങ്ങളുടെ, അതായത് ഈ പ്രധാനപ്പെട്ട ഈ സ്വിംഗ് മണ്ഡലങ്ങൾ, ചാഞ്ചാട്ട മണ്ഡലങ്ങളുടെ കണക്ക് മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 26 മണ്ഡലങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുകയാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ ഫലം ആദ്യം നോക്കാം. UDF 78-നും 90-നും ഇടയ്ക്ക് സീറ്റുകൾ നേടും എന്നുള്ളതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. LDF 49-നും 62-നും ഇടയിൽ, NDA 0 മുതൽ 3 വരെ സീറ്റുകൾ നേടാമെന്നും ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു. പീപ്പിൾസ് പൾസ് പറയുന്നത് UDF 75-നും 85-നും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്നാണ്. LDF 55-നും 65-നും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. NDA 0-നും 3-നും ഇടയ്ക്ക് സീറ്റുകൾ, 0 മുതൽ 3 വരെ സീറ്റുകൾ നേടാം എന്ന് പറയുന്നു. ഇനി PMarkലേക്ക് പോയാൽ PMark പറയുന്നത് UDF 71-നും 79-നും ഇടയ്ക്ക് സീറ്റുകൾ നേടും. 71 മുതൽ 79 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുമ്പോൾ LDF 58 മുതൽ 66 വരെ സീറ്റുകൾ, NDA 1 മുതൽ 4 വരെ സീറ്റുകൾ. ബീക്കൺ പറയുന്നത് UDF 76 മുതൽ 81 വരെ സീറ്റുകൾ നേടാമെന്നാണ്. LDF 57 മുതൽ 62 വരെ, NDA 1 മുതൽ 5 വരെ സീറ്റ് നേടാമെന്നും പറയുന്നു. CAI പോൾ പറയുന്നത് UDF 70-നും 80-നും ഇടയിൽ വോട്ടുകൾ, 70 മുതൽ 80 വരെ സീറ്റുകൾ നേടാമെന്നാണ്. LDF 55-നും 65-നും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്നും പറയുന്നു. NDA 1 മുതൽ 4 വരെ സീറ്റുകൾ നേടുമെന്നും പറയുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട പ്രധാന ഘടകങ്ങൾ, അത് ആർക്ക് ഗുണം ചെയ്തു എന്ന് നമുക്ക് പരിശോധിക്കാം. ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്തത് UDF-നാണ്. കാരണങ്ങൾ സർക്കാർ വിരുദ്ധ വികാരം, വിലവർധന, തൊഴിലില്ലായ്മ എന്നിവയാണ്. ക്ഷേമത്തിന്റെ ഗുണം അത് ഉറപ്പായി LDF-ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പെൻഷൻ, ആരോഗ്യ മേഖലയിലെ കൊണ്ടുവന്ന പദ്ധതികൾ, ഭവന നിർമ്മാണം എന്നിവയൊക്കെയാണ്. പിണറായിയുടെ ജനകീയത LDF-ന് ഗുണം ചെയ്തതായും കാണിക്കുന്നുണ്ട്. പിണറായി ജനകീയ മുഖ്യമന്ത്രി എന്നുള്ള വിലയിരുത്തലുമുണ്ട്. SIR-ന്റെ സ്വാധീനം UDF-ന് ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തലുകൾ. 9 ലക്ഷം പേരുകളാണ് SIR-ൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. NDA ത്രികോണ സാധ്യത ഉള്ളത്, അതിന്റെ ഗുണം UDF-ന് 50-ലധികം സീറ്റുകളിൽ LDF-ന്റെ ഹിന്ദു വോട്ടുകളെ സ്വാധീനിച്ചു എന്നും വിലയിരുത്തലുണ്ട്. കന്നി വോട്ടർമാർ UDF-ന് ഗുണം ചെയ്തു എന്നും യുവജനങ്ങളുടെ വോട്ട് പ്രതിപക്ഷ സ്വരത്തിൽ മാറ്റത്തിന് ഇടയാക്കുന്നു എന്നുമുള്ള വിലയിരുത്തലുണ്ട്. ന്യൂനപക്ഷ ധ്രുവീകരണം UDF-ന് ഗുണമാകുന്നുണ്ട്. ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിച്ചു.
സംഘടനാ ബലം LDFന് ഗുണം ചെയ്തതായുള്ള വിലയിരുത്തലുകളുണ്ട്. CPIMന്റെ ബൂത്ത് തല പ്രവർത്തനം ശക്തമായിരുന്നു എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. UDFന്റെ മുഖ്യമന്ത്രി ചർച്ച LDFന് ഗുണം ചെയ്തു എന്നുള്ള വിലയിരുത്തലുമുണ്ട്. മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ അവ്യക്തത അവിടെ നിലനിൽക്കുന്നത് അത് LDFന് ഗുണം ചെയ്തതായാണ് കണക്കാക്കപ്പെടുന്നത്. അൻവറിന്റെ വിമത ശബ്ദം അത് UDFന് ഗുണം ചെയ്തു. മലപ്പുറത്ത് പല LDF കേന്ദ്രങ്ങളിലും ഇത് തിരിച്ചടിയായിട്ടുണ്ട്. കൊല്ലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് UDFന്റെ ജയസാധ്യത സൂചിപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു. ഇതുപോലെ പല ഇടതു കോട്ടകളും തദ്ദേശത്തിൽ തകർന്നടിയുന്നത് നമ്മൾ കണ്ടു. അത് UDFന്റെ ജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഇതോടെ ബിഗ് എൻട്രി എഡിറ്റോറിയൽ പോൾ ഇവിടെ സമാപിക്കുകയാണ്.